അടിയാട്ടിൽ കുടുംബാംഗങ്ങളുടെ സമ്പൂർണ്ണ കുടുംബസംഗമം കുറുക്കോൾ എമറാൾഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. എംഎൽഎ കുറുക്കോളി മൊയ്തീൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കുടുംബങ്ങളിൽ ധാർമ്മിക ബോധം ഊട്ടിയുറപ്പിക്കാനും ബന്ധങ്ങളാൽ തണലാകാനും കുടുംബക്കൂട്ടങ്ങൾക്ക് സാധ്യമാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. പരസഹായം കൊണ്ട് ജീവിക്കുന്ന ഒരു അടിയാട്ടിൽക്കാരൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ സമ്പത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾ അതിനോട് മറുപടി പറയുന്നു. അപ്പൊ നിങ്ങളെ സമ്പത്ത് അവർക്കൊക്കെ എത്തിക്കണം. അപ്പൊ അതിനായിരിക്കണം കുടുംബസംഘം. അല്ലാതെ ഞങ്ങളിത് കുടുംബസംഘം കൂടി ഇവിടെ വലിയ കുടുംബം ഞങ്ങളട്ടോ എന്ന് വിളിച്ചു പറയാനല്ല. ഇതിനു വേണ്ടി പരസ്പരം തിരിച്ചറിയാൻ, രക്തബന്ധത്തിൽ പിറന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ, ഒരുമിച്ച് കാണാൻ, ഒരുമിച്ച് നിൽക്കാൻ, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരു വേദിയായി ഇതിനൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം. അതിനെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. പ്രസിഡന്റ് അബ്ദുറഹ്മാൻ അടിയാട്ടിൽ അധ്യക്ഷനായി. സുലൈമാൻ മേൽപ്പത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ന് രാവിലെ എന്നോട് സംസാരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹമായിരുന്നു മിനിയാന്ന്. അതിലെല്ലാരും കൂടിയതാണ്. ഇന്ന് ആക്സിഡന്റ് ആയിട്ട് അതാ കിടക്കണം ഇക്ര ഹോസ്പിറ്റലിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. എന്റെ കുടുംബത്തിലൊരു കുട്ടി ഇന്നലെ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടതാണ്. തിരിച്ചു വരുമ്പോൾ ഒരു ആക്സിഡന്റ്. ആള് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇതാ നമ്മളൊരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. മനുഷ്യന്റെ ജീവിതം എത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറെ നന്നായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഞാൻ അടിയാട്ടിൽ അങ്ങനെ ഉണ്ടെന്നല്ലോ, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ഒന്നായിട്ട് മുന്നോട്ട് പോകണം. ഏതെങ്കിലുമൊക്കെ പരസ്പരം അമ്മായിയുടെ മക്കളും മൂത്തമ്മാന്റെ മക്കളും പിന്നെ എളിയമാന്റെ മക്കളും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാരുണ്ടല്ലോ. നമ്മൾ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകണം. അള്ളാഹു ഒരിക്കലും പുറത്തു തരില്ല. അഥവാ അള്ളാഹുവോട് ചെയ്ത ശിർക്ക് അള്ളാഹുവാണ് പുറത്തു തരേണ്ടത്. പക്ഷേ മക്കളോട് പിണങ്ങി നിന്നത്, ഭാര്യയോട് പിണങ്ങി നിന്നത്, കൂട്ടുകാരോട് പിണങ്ങി നിന്നത്, അവർക്ക് പ്രശ്നമുണ്ടാക്കിയത്, പരസ്പരമുണ്ടായ പ്രശ്നങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ കഅബയിൽ പോയി കില്ല പിടിച്ചിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചാലും അള്ളാഹു അത് പുറത്തു തരില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. സംഗമത്തിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. ഭവന നിർമ്മാണം, റിലീഫ് പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ, തൊഴിൽ ഗൈഡൻസ് എന്നിവയിൽ അടുത്ത ഒരു വർഷത്തേക്കുള്ള കർമ്മ പദ്ധതിക്ക് സംഗമം അന്തിമ രൂപവും നൽകി. അടിയാട്ടിൽ ബഷീർ, കോയാമു ചേരുരാൽ, അബ്ദുൽ ഹമീദ്, അബ്ദുറഹ്മാൻ അല്ലൂർ, മൂസ, മജീദ്, റസാഖ്, ഇബ്രാഹിം, ഫൈസൽ, ഹബീബ്, നൌഷാദ്, നൌഫൽ, യൂസഫ് എന്നിവർ സംസാരിച്ചു. ഷമീല, റന്നാഫുദ്ദീൻ, ജാഫർ ഷരീഫ്, ഷുക്കൂർ, ഫസലുർ റഹ്മാൻ, സഫ്വാൻ എന്നിവർ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.